ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 17 ശനിയാഴ്ച പ്രദോഷമാണ്. പ്രദോഷവും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ മഹാദേവനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ. അപ്പം അങ്ങനെ ശനിയാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വരുന്ന ഈ പുണ്യമുഹൂർത്തത്തിൽ നമഃശിവായ മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രദോഷത്തിൽ നമ്മൾ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് സന്ധ്യാസമയത്താണ്. ഇത്തവണത്തെ പൂജാ മുഹൂർത്തം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:38 മുതൽ 8:57 വരെയുള്ള 2 മണിക്കൂർ 19 മിനിറ്റ് സമയം. ഈ സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ശനിയാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ദിവസം ഭഗവാനെയും ദേവിയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷം അകറ്റുന്നതിന് വളരെ നല്ലതാണ്. ശനി ഭഗവാന്റെ പ്രീതി നമുക്ക് കിട്ടും ഈ ദിവസം നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെ നല്ലതാണ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു മാറ്റം ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഇതിനൊരു വ്രതകഥയുണ്ട്. ഒരിക്കൽ ഒരു ബ്രാഹ്മണ സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ 2 ആൺകുട്ടികളുണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവരൊരു മുനിയെ കാണാനായിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഇതുപോലെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഈ 2 കുട്ടികളാണ്, ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല, ഞങ്ങളിവിടെ താമസിച്ചോട്ടെ, അങ്ങയുടെ ആശ്രയത്തിൽ ഞങ്ങൾ താമസിച്ചോട്ടെ, ഞങ്ങൾക്കല്ലാതെ നിവൃത്തിയില്ല എന്ന് ആ ആശ്രമത്തിൽ ചെന്നിട്ട് ആ മുനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ മുനി പറയുന്നു, നമുക്കൊരിക്കലും മറ്റൊരാളെ ആശ്രയിച്ച് എന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് ഭഗവാനെ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം വിധിയാമണ്ണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ ഇവർ അമ്മയും മക്കളും കൂടെ ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് ധാരാളം ധനം അവിചാരിതമായി കിട്ടുകയും അങ്ങനെ അവർ നഗരത്തിലേക്ക് താമസം മാറുകയും 2 ഗന്ധർവ സ്ത്രീകളെ വിവാഹം കഴിച്ചുവെന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ പ്രദോഷവും കൂടി വരുന്ന ഈ ദിവസം സന്ധ്യാസമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഉത്തമമാണ്. ഞാൻ പറഞ്ഞ ആ സമയമാണ് പ്രദോഷ പൂജാകാല സമയം. ആ സമയത്ത് നമ്മൾ നമഃശിവായ മന്ത്രം എത്ര തവണ ഉരുവിടുന്നുണ്ടോ അത്രത്തോളം തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. സന്ധ്യയ്ക്ക് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഈ സമയം, അതായത് ഈ പ്രദോഷ പൂജാ സമയമെന്ന് പറയുന്ന ആ സമയത്ത് പരമാവധി നമഃശിവായ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശനിദശാകാലമുള്ളവർ, ശനിദശയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, ശനിദോഷം, കണ്ടകശനി, ഏഴരശനി മുതലായ ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർ, ഇവരൊക്കെ തന്നെ പതിവായി പ്രദോഷവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. സ്ഥിരമായി പ്രദോഷവ്രതം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വളരെ നല്ലതാണ്. ഇനി ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു പ്രയോജനമെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ശനിദോഷം അകറ്റുന്നതിന് വളരെ നല്ലതാണ്. അപ്പം മഹാദേവനെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും ശനിപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഹനുമാൻ സ്വാമിയുണ്ട്. അവിടെയും പൂജയുണ്ട്. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പൂജയുള്ള ഒരു ഹനുമാൻ്റെ ചെറിയ ഒരു പ്രതിഷ്ഠ ഭഗവാന്റെ മുമ്പിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ഹനുമാൻ്റെ പ്രാർത്ഥനയും. ഹനുമാൻ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പ്രദോഷമെടുക്കുക. അങ്ങനെ പ്രദോഷമെടുത്ത് നമ്മൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രദോഷം ചിലപ്പോൾ തിങ്കളാഴ്ച വരും, ബുധനാഴ്ച വരും. അത് നമ്മൾ പല പ്രദോഷത്തിൻ്റെ വീഡിയോകൾ ഇടുന്ന സമയത്തും അത് പറഞ്ഞിട്ടുണ്ട്. പ്രദോഷ കഥ എന്തുകൊണ്ടാണ് നമ്മൾ പ്രദോഷം ആയിട്ട് ആചരിക്കുന്നത്, മഹാദേവൻ്റെ കഥയൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അത് പറയാത്തത്. എങ്ങനെ പ്രദോഷവ്രതം എടുക്കണം, ഇനി പ്രദോഷവ്രതം എടുക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് നാമം ചൊല്ലേണ്ടത്, ഇതൊക്കെ നമ്മൾ എല്ലാ മാസവും പറയുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് പറയാഞ്ഞത്. പ്രദോഷമാണ് എന്ന് മാത്രം കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തതും അതുകൊണ്ടാണ്. അപ്പോൾ ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ഈ ദിവസം തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും പ്രദോഷ സന്ധ്യയ്ക്ക് നമ്മൾ എവിടെ ഇരുന്നാണോ നമഃശിവായ മന്ത്രം ജപിക്കുന്നത് അവിടെ എല്ലാം സകല ദേവതാ സാന്നിധ്യവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഈ രീതിയിൽ പ്രാർത്ഥിക്കുക.
ഹരേ കൃഷ്ണ.